No! ഹേയ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മുടെ ഒരു കുട്ടിയാർ അധികം വന്നിട്ടുണ്ട്. പേര് പറഞ്ഞോളൂ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി ജയിക്കോ? ജയിക്കണമല്ല. സ്കോർ പ്രഡിക്ഷൻ ഒന്ന് ചെയ്യാവോ? എത്ര ഗോൾ അടിക്കും ബ്ലാസ്റ്റേഴ്സ്? 4 ഗോൾ അടിക്കും. 4-0. പ്രഡിക്ഷൻ അല്ല, നമുക്ക് ജയിച്ച് കണ്ടാ മതി. ജയിച്ചിടണം. ഇന്നത്തെ കളി പ്രത്യേകിച്ച് ജയിക്കണം നമ്മ. അതുകൊണ്ട് 2-0 ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അപ്പുറത്തെ മഞ്ഞപ്പട സ്റ്റാൻഡ് ഞങ്ങൾ ഇന്ന് വെസ്റ്റ് ഗാലറിന്ന് കളി കാണാമെന്ന് വിചാരിച്ചു. അപ്പോ ഇവിടെയാണെങ്കിലും നമ്മുടെ ടീമിന് കൊടുക്കേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കും. പക്ഷെ മാനേജ്മെന്റിന് എതിരെയാണെങ്കിലും പ്ലേയേഴ്സ് ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാർ കുറവാണ്, എന്നാലും അത്യാവശ്യം ഡീസന്റ് ക്രൗഡ് ഉണ്ട്. എന്തായാലും കണ്ടറിയാം. ഗൈസ്, ഇതുവരെ ഞാൻ വെസ്റ്റ് ഗാലറിയിൽ നിന്ന് കളി കണ്ടിട്ടില്ല. അപ്പോൾ കളി കാണാൻ പോണത് ഞങ്ങള് ഇരിക്കാൻ വേണ്ടി പോവായിരുന്നു. ഫുട്ബോൾ തുടങ്ങി കഴിഞ്ഞ് സ്ഥലത്തൊന്നും ഇരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഗോൾ സ്കോർ ചെയ്ത്, അല്ലേ ബ്രോ? എന്നാലും തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാല്ലേ? അതെ. ഓ, നല്ലൊരു അറ്റാക്ക് കണ്ടു, പക്ഷെ നടന്നില്ല. അപ്പൊ ബ്രോ എന്തു പറയണ്? മൗറീഷ്യ ആവാനാണ് ചാൻസ്. പെട്ടെന്ന് ആരും നമ്മളും സംസാരിച്ചോണ്ട് തന്നെ ഇരുന്നത്, കളി കണ്ട് പെട്ടെന്ന് ടാപ്പിൻ ചിപ്പ് ചെയ്താണ് കയറിയത്. അപ്പൊ അവിടെ 3 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ പുതിയതായിട്ട് വന്ന ടൊറലിൻഡൻ ആവാം, അല്ലെങ്കിൽ മൗറീഷ്യ ആവാം. എന്തായാലും തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കാല്ലേ? കണ്ടറിയും, സമയമുണ്ടല്ല. അതെ. പെപ്പർ കൊടു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവന്മാര് പെനാൽറ്റി തരാത്ത. ഈ റഫറി കോപ്പൻ ക്ലിയർ ഫൗളാണ്. നിങ്ങൾ കണ്ടേല്? അങ്ങനെ ഹാഫ് ടൈം ആയിരിക്കുവാണ്. കേട്ടല്ലേ? 1-0 ഇപ്പോഴും പിന്നിലാണ്. എന്നാലും ബ്ലാസ്റ്റേഴ്സ് നല്ല നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷെ ഒരിടത്തും വിജയിക്കുന്നില്ല. എന്തായാലും സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, കണ്ടറിയാം. ഇനി അങ്ങനെ ടീമിന്റെ അവസ്ഥ മോശമാണെങ്കിലും ചിപ്സ് കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ട്. ഈ ചിപ്സ് വാങ്ങിക്കുന്നതിന്റെ ആത്മാർത്ഥതയുടെ പകുതി കാണിച്ചായിരുന്നെങ്കിൽ കുറച്ച് പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് നമ്മുടെ ടീം മുമ്പോട്ട് കൊണ്ടുപോയി. നമ്മള് ചിപ്സ് മേടിച്ചിട്ടാണെങ്കിലും നമ്മുടെ ടീമിൽ നമ്മള് അല്ലേ അത്രയും ബിസിനസ് കാശ് അതാണ് നമ്മുടെ ടീമിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ISL ഒക്കെ ടൈം പാസിന് ഇപ്പൊ ആൾക്കാരെ അതാക്കാൻ വേണ്ടി ചിപ്സ് ടിഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാ, ബിസിനസ് വളർത്താം. പെയിന്റ് വരെ ഇറങ്ങിയോ? എന്തു പറയാ, ഇതൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ ഒരു കോച്ചിനെങ്കിലും സൈൻ ചെയ്തില്ലല്ലോ. കോച്ചിനൊക്കെ എന്തിനാണ് ചിപ്സ് നിന്ന് ആൾക്കാർക്ക് തന്നെ 2 ചിപ്സ് നിന്ന് കളി കണ്ടതിനാ തന്നെ ഓക്കെ എന്നുള്ള. അതെ, വരിക, ചിപ്സ് മേടിക്കുക, കഴിക്കുക, കണ്ട് കണ്ണൂരിന്റെ സമയം ഉണ്ടെങ്കിൽ കളി കാണാൻ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ അവസ്ഥയല്ലേ? ടിക്കറ്റ് എടുത്തില്ലെങ്കിലും ചിപ്സ് വാങ്ങാം. ട്രാവൽസ് referee. We want both sides. We want both sides. Show a bad referee.
പെപ്പർ ഗോൾ അടിച്ചു, വൺ മാൻ ഷോ മോനെ. അല്ലേ പെപ്പർ ഗോൾ അടിച്ചു. കണ്ടോ കണ്ടോ മോനെ, ഏതാ അമരേന്ദ്രൻ ട്രിപ്പിൾ ചെയ്ത് പോളിഗോള് രസില്ല. സീനാണ് മോനെ. എന്താ ഇത്ര നേരം ഒച്ചെടുത്ത് വെറുതെ പിന്നെ ആടി സൂപ്പർ ഫിനിഷിങ്, പെപ്പറയുടെ സൂപ്പർ ഫിനിഷിംഗ് ആണ്. എന്റെ സൗണ്ട് എല്ലാം പോയി. പോളി അവസാനം എന്താ മറ്റേ സാമ്പാ ഡാൻസ്, ആഫ്രിക്കൻ ഡാൻസ് അല്ലേ, അതും വെച്ചായിരുന്നു സെലിബ്രേഷന്. സ്ട്രൈക്കിങ് ഡബിൾ ഇതാക്കിയിട്ടുണ്ട്. ജീസസ് ഇറങ്ങിയിട്ടുണ്ട്. ജീസസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പോയിട്ടില്ല കംബാക്ക്. എന്തായാലും ജീസസ് അല്ലേ ഗോൾ വേട്ടം നിർത്തുന്നില്ല, ഇറങ്ങിയ എല്ലാ കളിയും ഗോൾ അടിക്കും. പുള്ളിയുടെ ഫോമിലൊരു മാറ്റവും വന്നിട്ടില്ല. ശരിയാ, ഗോളടി തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. ജീസസ് വന്നതും ഗോള്. ഞാൻ പറഞ്ഞു ഉറപ്പുണ്ടേ ജീസസ് ഗോൾ അടിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇനി പറഞ്ഞ കളിയാണ്. അടിപൊളി. സച്ചിനെ മൗറീഷോയാ വണ്ടർ. നമ്മൾ തള്ളോട്ടോ സൈഡിൽ നിന്ന് ചിലപ്പോ. സച്ചിനെ പിടിക്കണ്ട. ഗോളാക്കി. അത് ഡിഫ്ലക്ഷൻ ആയിട്ടല്ലേ ഗോളായത്. പൊളിച്ച് അയ്യോ ടെൻഷൻ അടിക്കണോ. ടെൻഷൻ 3-2. അങ്ങനെ ഫൈനലി ബ്ലാസ്റ്റേഴ്സ് എന്തായാലും എന്ത് കിട്ടില്ല കമ്പാക്ക മോളെ. എല്ലാ കളിയും വന്നേക്കാം. നീ വന്നോണ്ടാണ് വന്നത്. കളി ഐശ്വര്യം ഉണ്ട്. ഇനി ഇതൊരു കൊണ്ടുപോകാൻ പറ്റില്ല. അടിപൊളി കളിയല്ലേ. 3-2 ഉണ്ടല്ലേ നമ്മള്. കാര്യം സാധാരണ ഇങ്ങനെ അവസാന മിനിറ്റ് വരുമ്പോ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങലാണ്. ഈ ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ തിരിച്ച് കംബാക്ക് വരുത്തിയതും അല്ലെ, കളി ജയിക്കാൻ പറ്റില്ല, സാധിച്ചില്ല.
ഇങ്ങോട്ട് സന്തോഷമല്ലേ? അടിപൊളി. ഹാപ്പി. ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം. നമ്മൾ പറഞ്ഞല്ലേ കളിയൊക്കെ ഉഷാറാക്കി അല്ലേ പോലീസ് നമ്മള്. അപ്പോ എന്താണ് നമ്മള് പിന്നിപ്പോ എന്താ ചെയ്യേണ്ടത്? കളി കഴിഞ്ഞു, മാച്ച് ഡേ വ്ലോഗ് എടുത്തു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടത്? യെസ്, കേട്ടില്ലേ? അപ്പോ സപ്പോർട്ട് ചെയ്യണം, ഇനിയും സപ്പോർട്ട് മുന്നോട്ട് വേണം. ഇതിലും കിട്ടില്ല മാച്ച് ഡേ വ്ലോഗ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരും.